ഹരേ കൃഷ്ണ. സർവം കൃഷ്ണമയം ജഗത്ത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൻ്റെ ഭക്തരെ മരണഭയത്തിൽ അല്ലെങ്കിൽ മരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ഭഗവാൻ സ്വയം എത്താറുണ്ടോ എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്ന പല ആളുകളും ഉണ്ടാവും. പക്ഷെ ഭഗവാന്റെ ഒരു ഭക്തനാണ് അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ ഭഗവാൻ നമ്മൾ രക്ഷിക്കാൻ വരാറുണ്ടോ? അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ എങ്ങനെ വരുമായിരിക്കും? അങ്ങനെയുള്ളൊരു അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും? അപ്പോൾ എനിക്കുമുണ്ട് ഭഗവാൻ വന്ന് സ്വയം രക്ഷിച്ച ഒരു അനുഭവം. 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് പറ്റി ചിന്തിച്ചിട്ടും അനുശ്രമിച്ചിട്ടുമുണ്ട്. ആദ്യത്തെ അനുഭവം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ അനുഭവമാണ്. ഈ അനുഭവത്തോടെ ഞാൻ എൻ്റെ ആ ചിന്ത ഉപേക്ഷിക്കുകയും പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ആത്മഹത്യ നമുക്കൊന്നിനും ഒരു പരിഹാരമാവില്ല എന്ന് നമുക്ക് പലർക്കും അറിയാം. ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ജീവിതത്തിലൊരു പ്രയോജനവും ആർക്കും കിട്ടാറില്ല. എല്ലാവർക്കും ദുഃഖം, സ്വന്തം ആത്മാവിന് ദുഃഖം മാത്രം വരുത്തി വെക്കാനേ ആത്മഹത്യക്ക് പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് എന്നെ രക്ഷിച്ച ആ സംഭവം വളരെ ആളുകൾ, എൻ്റെ കൂട്ടുകാർ കാത്തിരുന്ന ഒരു എപ്പിസോഡും കൂടിയാണ്. കാരണം നേഴ്സിംഗ് ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഒരു പ്രശ്നവും അതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ചെയ്യാൻ തീരുമാനിക്കുന്നതുമായ ആ കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. എൻ്റെ ജീവിതം വളരെയധികം മാറ്റിമറിച്ച ജീവിതമായിരുന്നു എൻ്റെ നേഴ്സിംഗ് ജീവിതം. കാരണം ഒരു ഇൻട്രോവേർട്ടായി പോയ എന്നെ, എൻ്റെ ഉള്ളിലുള്ള പല കഴിവുകളെയും പുറത്തു കൊണ്ടുവന്നത് നേഴ്സിംഗ് ജീവിതത്തിലൂടെയാണ്. ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കഴിവുകളൊന്നും പുറത്തു പോലും വരത്തില്ലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ പോലെ വന്നപ്പോൾ എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ലായിരുന്നു. നല്ല മാർക്കോടുകൂടി SSLCയും +2 ഒക്കെ പാസ്സായിട്ടും ഇനി തുടർ പഠനം സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും പൈസ നമുക്കില്ലാത്തത് കാരണം ഒരു സാധാ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാം, ഒരു സെയിൽസ് ഗേൾ പോലെ എന്തെങ്കിലും ആയിട്ട് പോകാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നമുക്ക് പഠിക്കാൻ പൈസ ഇല്ലല്ലോ. സെയിൽസ് ഗേൾ എന്ന ജോലി ഒരിക്കലും ഒരു കുറവായിട്ടല്ല, പക്ഷേ പഠിക്കാൻ നമുക്ക് സാധ്യതയും പൈസയും ഉള്ള ആൾക്കാർക്ക് നമുക്ക് ജീവിതത്തിൽ എന്തും പഠിച്ച് മുന്നേറാൻ സാധിക്കും. പക്ഷേ അതൊന്നും ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ഒരു ജോലിയും ഒരു കുറവായിട്ടല്ല കാണുന്നത്. പക്ഷെ എൻ്റെ സാഹചര്യം വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു എൻ്റെ മനസ്സിലിരുന്നത്. പക്ഷെ ഓരോ വർഷം കഴിയുന്നവരും SSLC കഴിയുമ്പോഴും +2 കഴിയുമ്പോഴൊക്കെ ഞാൻ ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ ഇനി എന്താണ്, ഇനി അങ്ങയുടെ തീരുമാനം എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ചോദിക്കും. അപ്പം ഭഗവാൻ തന്നെ ഓരോരോ വഴികൾ കാണിച്ചു തരും. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഭഗവാൻ തന്നെ ഓരോരോ വഴി കാണിച്ചു തന്ന് എന്നെ നേഴ്സിംഗ് പഠനത്തിനായി കൊണ്ടുചെന്ന് ചേർത്തു. പൈസയൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. പഠനത്തിൽ മികച്ച മാർക്കൊക്കെ കിട്ടിയ കാരണം സ്കോളർഷിപ്പൊക്കെ അവിടുന്ന് കിട്ടി. അങ്ങനെ കുറച്ച് സഹായമൊക്കെ കിട്ടി. പിന്നെ ഓരോ വർഷവും അച്ഛൻ ഓരോരോ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പൈസയൊക്കെ കൊണ്ട് നടച്ച് അങ്ങനെയൊക്കെ പഠിച്ച് പോയിക്കൊണ്ടിരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളിലും ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒത്തിരി മുന്നോട്ട് വരാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ഒരു പ്രശ്നം ആദ്യമായിട്ടുണ്ടായത് ഞങ്ങളുടെ 3rd ഇയർ അനുഭവത്തിലാണ്. 3rd ഇയറിൽ ഞങ്ങൾക്കന്ന് ഓരോരോ ബാച്ചുകൾക്കും നമ്മുടെ പ്രസിഡൻറ്റ്, റിക്രിയേഷൻ ലീഡർ ഓരോരോ സ്ഥാനക്കയറ്റം ഉണ്ടാവും. അപ്പോൾ 3rd ഇയർ ബാച്ചിൽ എല്ലാ കുട്ടികളും ഓരോരോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പേര് കൊടുക്കണം, അത് നിർബന്ധമായിരുന്നു. അപ്പം പല 6 പോസ്റ്റിലായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോരോ പേര് എഴുതിയിട്ടു. പക്ഷേ നമ്മുടെ ജൂനിയർ ബാച്ചും സീനിയർ ബാച്ചും കൂടെ ചേർന്ന ഒരു വലിയ മുട്ടൻ പണി തന്ന പോലെയായിരുന്നു ഞങ്ങളുടെ ആ തിരഞ്ഞെടുപ്പ്. കാരണം ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളിലും നല്ല പഠിക്കുന്ന ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ട്. നമ്മളൊക്കെ അതിലും ആക്റ്റീവൊന്നും ആയിട്ടുള്ള പിള്ളേരല്ല. ഒത്തിരി ആക്റ്റീവായിട്ട് നല്ല പിള്ളേരെയൊക്കെ തഴഞ്ഞ് സീനിയറും ജൂനിയറും കൂടെ പണി തന്ന കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്ത് വെച്ചു. ഞങ്ങൾക്കന്ന്
ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഹിന്ദു പ്രസിഡൻറ്റ്, ഹിന്ദു റിക്രിയേഷൻ ലീഡർ, പിന്നെ പള്ളിയിൽ പോലും പോകാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടി പ്രെയർ ലീഡർ, അങ്ങനെ അവർ ഒരു പണി തന്നു നമുക്കിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് സാധാരണ പ്രസിഡന്റുമാർ വന്ന് പറയും, ഞങ്ങൾ പടം വരയ്ക്കുന്ന കുട്ടികളൊക്കെ പടം വരച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു സാധാരണ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ പ്രസിഡന്റും റിക്രിയേഷൻ ലീഡറൊക്കെ ആയ സമയത്ത് പതുക്കെ എല്ലാവരും ഞങ്ങൾ പറയുന്നതൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ. ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആരും കേൾക്കാതെ വരികയും മിക്ക സമയത്തും ഞങ്ങളിരുന്ന് കരഞ്ഞൊക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോമഡി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ അതിൽ നിന്നൊക്കെ പിന്മാറി ആരും കളിക്കാൻ വരാത്ത അനുഭവം, ആരും ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരാത്ത അനുഭവം. ലാസ്റ്റ് ഞങ്ങൾ തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഞങ്ങൾ തന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസായി ഞങ്ങൾ തന്നെ വരേണ്ട കാര്യവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ പോയി പറഞ്ഞു, പ്രിൻസിപ്പളിന് പോയി പറഞ്ഞു, മാം ഞങ്ങൾക്ക് ഇനി പറ്റില്ല, കാരണം ആരും ഞങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞു, ഇല്ല, ഒരിക്കലും അങ്ങനെ പിന്മാറരുത്, ജീവിതത്തിൽ മുന്നോട്ട് വരണം. ഇത് നിങ്ങൾക്ക് കിട്ടിയ 8ന്റെ പണിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നിങ്ങൾക്കും ഉണ്ട് കഴിവ്. അപ്പോൾ ആ കഴിവെല്ലാം നമ്മൾ കണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഓരോന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ 1 വർഷം ഇരിക്കേണ്ട ആ പോസ്റ്റിലോട്ട് ഞങ്ങൾ 1.5 വർഷം വരെ ഞങ്ങളിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഞങ്ങളിൽ തന്നെയുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ ആ സമയം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരിക്കലും സ്റ്റേജിൽ പോലും തനിച്ച് കയറാത്ത ഞാൻ കോമഡി ഡാൻസൊക്കെ കയറി കളിക്കാൻ, ഒരു മെയിൻ ക്യാരക്ടറൊക്കെ ആയിട്ട് കയറി കളിക്കാൻ പോയതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭഗവാൻ തന്നെ എന്നെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാണ്. കാരണം അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു പോസ്റ്റിലോട്ടൊക്കെ വരണം, ഒരു വലിയ സ്കൂളിനെ, ഒരു വലിയ നേഴ്സിംഗ് സ്കൂളിൻ്റെയൊക്കെ റിക്രിയേഷൻ ലീഡറൊക്കെ ആയിട്ട് ഇരിക്കണം, നിൻ്റെ കഴിവൊക്കെ നീ പുറത്തെടുക്കണം എന്നൊക്കെ ഭഗവാൻ തന്നെ തീരുമാനിച്ച് ഭഗവാൻ തന്നെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് അവിടെ തന്നതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നൊക്കെ നമുക്ക് അമ്പലങ്ങളിൽ പോകാനൊക്കെ അനുവാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുനക്കര അമ്പലത്തിൽ ശിവൻ്റെ അടുത്ത് താഴെ ഒരു ചെറിയ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഭഗവാൻ ആ ചെറിയ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ തീരുമാനിച്ചു, എനിക്ക് ഭഗവത്ഗീത, ഭഗവാൻ എന്താണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം. എനിക്ക് സംസ്കൃതമൊന്നും അറിയത്തില്ല, എഴുതിയിരിക്കുന്നത് എനിക്കൊന്ന് അറിയാൻ താല്പര്യം തോന്നി. ഞാനൊരു ചെറിയ ഭഗവത്ഗീതയുടെ പുസ്തകം വാങ്ങി എനിക്ക് ഭഗവാനെ തന്നെ വിളിക്കണം എല്ലാ ദിവസവും രാത്രി, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ഭഗവാനെ വിളിക്കണം എനിക്ക് തോന്നി. ഞാനൊരു ചെറിയ ഒരു മാലയും ഞാൻ പേരിട്ടു, ജപക്കുരു എന്ന് പേരിട്ട് ഞാനൊരു മാലയും വാങ്ങിച്ചു. 108 മുത്തുകളുള്ളൊരു മാല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം എല്ലാ ദിവസവും ഞാൻ ആ മാലയിലൂടെ ചെല്ലാനും തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞാൻ തന്നെ, ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വാങ്ങിച്ചതാണ് ഒരു ഭഗവത്ഗീതയും ഒരു മാലയും. അപ്പോൾ അത് എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ കാണും, ഞാൻ ഒരിക്കലും അത് മാറ്റിവെക്കാറില്ല. എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ശക്തിയായിട്ട് ഞാൻ കൊണ്ടു നടക്കും. ഒരു ചെറിയ ബുക്കാണ്. അപ്പോൾ ഞാനത് തുടർന്നൊക്കെ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്കും വലിയ ജ്ഞാനമൊന്നും ഗ്രഹിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും എടുത്ത് വായിക്കും. ഓരോ പേജ് വെച്ച് ഞാൻ വായിക്കാൻ ആരംഭിച്ചു. സംസ്കൃതത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കത്തേയില്ല, പക്ഷേ മലയാളത്തിൽ എഴുതിയ ഭാഗം ഞാൻ വായിച്ചു കൊണ്ടേയിരുന്നു. കുറച്ചൊക്കെ കുറേ പ്രാവശ്യം വായിച്ചൊക്കെ വന്നപ്പോൾ അത്യാവശ്യമൊക്കെ എനിക്ക് മനസ്സിലാകാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരു ദിവസം എനിക്ക് എക്സാമിനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് എൻ്റെ മന്ത്രമാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രവും ഭഗവാന്റെ ഭഗവത്ഗീതയും ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു ഫോട്ടോയും ഉണ്ട്. ആ ഫോട്ടോയും ജപക്കുരുവും ഒക്കെ വെച്ചാണ് ഞാൻ മിക്ക ദിവസവും പഠിക്കാനൊക്കെ ഇരിക്കുന്നത് നമ്മുടെ എക്സാമിൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ അനാട്ടമിയുടെ ഒരു അനുഭവം പറയാം. അനാട്ടമിയുടെ മാം ക്ലാസ്സിൽ കയറി വരുമ്പോഴേ ഞാൻ ഉറങ്ങാൻ ആരംഭിക്കുമായിരുന്നു. കാരണം നേഴ്സിങ്ങിന് നമ്മൾ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തിട്ട് വേണം നമ്മൾ ഉച്ച കഴിഞ്ഞ് വന്ന് ക്ലാസ്സിലിരിക്കാൻ. അപ്പം ജോലി എടുത്ത ക്ഷീണം കാരണം നമ്മൾ മിക്കവരും ഉറങ്ങിപ്പോവും. ഞാൻ ആ മാം വരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ആടി തൂങ്ങി ഉറങ്ങുന്നതാണ് എൻ്റെ ശീലം. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എന്നെ പിച്ചി എൻ്റെ കയ്യിൽ മുഴുവൻ പാടാണ്. പക്ഷേ ഞാൻ ഉറങ്ങി അങ്ങനെ ഇരിക്കും. അപ്പോൾ അനാട്ടമിയുടെ എക്സാം വരുമ്പോൾ
എനിക്ക് ഒന്നും അറിയത്തില്ല, മൊത്തം ബ്ലാങ്ക്. കാരണം ഞാൻ മാം പഠിപ്പിക്കണേ കേട്ടിട്ടും കൂടെ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് വല്ലതും പഠിക്കുന്നത്, എനിക്കൊന്നും അറിയാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ ആരോടുമായിട്ടും ഇങ്ങനെ കൂട്ടുകൂടി പഠിക്കുന്ന ഇഷ്ടമൊന്നുമില്ല. തന്നെ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കും, ഭഗവാനെ കൊണ്ട് അവിടെ എത്തും. എന്നിട്ട് ഞാൻ ഭഗവാന്റെ മന്ത്രമൊക്കെ ചൊല്ലി അന്നേരം ആ കിട്ടുന്ന 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടാണ് ഞാൻ അനാട്ടമിയുടെ എക്സാമിനുള്ള ഇതൊക്കെ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചും ഫസ്റ്റ് ക്ലാസ് ഞാൻ അനാട്ടമിക്ക് വാങ്ങിച്ചു. ഞാനല്ല, ഭഗവാൻ വാങ്ങിച്ചു തന്നു. അപ്പോൾ അത്രയ്ക്കും ശക്തിയുണ്ട് ആ മന്ത്രത്തിന്. അപ്പം ടീച്ചർ പഠിപ്പിക്കുന്ന കേട്ടില്ലേലും നമുക്ക് പിന്നീട് വായിച്ച് നമുക്ക് പുറമേൽ വെക്കാൻ ഭഗവാൻ ആ മന്ത്രം നമ്മളെ സഹായിക്കും. അപ്പോൾ ആ മന്ത്രത്തിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഒരു ഹെൽപ്പായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ നേഴ്സിംഗ് ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളും എനിക്ക് ഓരോരോ പാഠങ്ങളായിരുന്നു. പക്ഷേ ഒരിക്കലും ഭഗവാനെ അല്ലാതെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും ഞാൻ അവിടെയും തനിച്ചൊരു ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. ഭഗവാനെയാണ് അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ കൊണ്ടു നടന്നത്. മാമുകളൊക്കെ വന്ന് എല്ലാവരും ബെഡൊക്കെ പൊക്കി പരിശോധിച്ച്, നിങ്ങൾ എന്താണ് വല്ല മനോരമ മാസികകളൊക്കെയാണ് വായിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും ബെഡൊക്കെ പൊക്കി പരിശോധിച്ചപ്പോൾ എൻ്റെ ബെഡിനടിയിൽ നിന്ന് നിറച്ചും കിട്ടിയത് ഇത് ജ്യോതിഷരത്ന മാസികകളായിരുന്നു. ബാക്കിയെല്ലാം അവരെടുത്തുകൊണ്ട് പോയി എല്ലാവരുടെയും. പക്ഷേ എൻ്റെ ഈ മാസിക അവരെടുത്തുകൊണ്ട് പോയില്ല. എന്തോ എന്നോടുള്ള ആ ഭക്തി മാസികയായിട്ടായിരിക്കും അവർ കൊണ്ടുപോയില്ല. ഞാൻ ഓർത്ത് പേടിച്ച് നിൽക്കുകയായിരുന്നു, എന്നെ പിടിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മനോരമയും അങ്ങനെയുള്ള മാസികൻ്റെ ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കുന്നതൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ നഴ്സിംഗ് ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നതും മരണചിന്ത എന്നെ അലട്ടാൻ തുടങ്ങിയത്. കാരണം എല്ലാ വർഷവും അവസാനം എങ്ങനെയോ അച്ഛൻ മിച്ചം വരുന്ന പൈസയൊക്കെ ഒപ്പിച്ച് നമുക്കൊണ്ട് ഫീസ് അടയ്ക്കുമായിരുന്നു. പക്ഷേ 3 വർഷം വരെ നമ്മുടെ പ്രിൻസിപ്പൾ അത് ക്ഷമിച്ചു. അത് ലാസ്റ്റ് വരെയൊക്കെ അവർ ക്ഷമിച്ച് നമ്മൾക്ക് ഒന്നുമില്ല എന്നൊക്കെ മനസ്സിലായി അവർ നമ്മുടെ കൂടെ നിന്നു. പക്ഷേ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേനും സിസ്റ്റർ എന്തോ ആവശ്യമൊക്കെ വന്നു കാണുമായിരിക്കും. ഒരു കുട്ടി പൈസ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ലാസ്റ്റ് കൊണ്ടുതരുന്ന അവർക്കുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്നെ ഒരു പാരൻസ് മീറ്റിങ്ങിൻ്റെ ഒരു സമയമായിരുന്നു. അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മെസ് ഫീസ് ഒന്നും അടച്ചിട്ടില്ല, ഇത്രയും പൈസ ഇനി മിച്ചമുണ്ട്, നീ എപ്പോഴാണ് ആ പൈസ അടയ്ക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മാം എനിക്ക് ഇത് കുറച്ച് 2-3 മാസം കഴിയുമ്പം അച്ഛനൊരു ചിട്ടി വീഴും, അപ്പം കൊണ്ട് തരാമെന്നാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തേക്ക് സ്ഥിരം ആ പല്ലവി കേട്ട് പുള്ളിക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് പറഞ്ഞു, തിന്നൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എത്രയും വേഗം പൈസ കൊണ്ടുപോകണം, എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ചിട്ടിയുടെയും കാര്യമൊന്നും എനിക്കറിയേണ്ട ആവശ്യമേ ഇല്ല, വീട്ടിൽ തിരിച്ചു പൊക്കോളുക, പൈസയായിട്ട് ഇനി വന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി. എനിക്ക് പെട്ടെന്നൊരു ഹേർട്ട് ചെയ്ത പോലെ ആയിപ്പോയി. കാരണം 20 വയസ്സും മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്, അത്ര പക്വതൊന്നും ആയിട്ടൊന്നുമില്ല. തൻ്റെ അച്ഛൻ വന്ന് അവിടെ ക്ലാസ് റൂമിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛന്മാരെ വിളിച്ച് സംസാരിക്കാം, കുട്ടിയല്ലല്ലോ പൈസ അടയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തിന്നതിന് സിസ്റ്റർ കണക്ക് ചോദിച്ചല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അങ്ങനെ ഒരു ബുദ്ധി, ഇത്രയും നാൾ കഴിച്ചത് ഒരു ഔദാര്യം കൊണ്ടാണല്ലോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഫീലിംഗ് മനസ്സിൽ വന്ന് ഭയങ്കര സങ്കടം വന്നു. ഒത്തിരി കരഞ്ഞ് ഞാൻ വീടിൻ്റെ ക്ലാൻ്റെ റൂമിലോട്ട് ചെന്നു. അപ്പോൾ ഞാൻ കരയുന്നത് കണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി മാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കാര്യം പറഞ്ഞു. അത്രയും കാര്യം പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അച്ഛൻ്റെ കൂട്ടത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനൊന്നും വേണ്ടിയില്ല. എന്നെയും ഞാനും അച്ഛനും വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം അമ്മയുടെ ഒരു ചെറിയ മാല കടന്ന് അത് പണയം വെച്ചോ വിൽക്കുകയോ എന്തോ ചെയ്ത് എനിക്ക് പൈസയൊക്കെ തന്നു. തിരിച്ച് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നു. തിരിച്ച് വന്നതിന് ശേഷം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ വന്നത്. കാരണം പൈസയെ കൊണ്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ സന്തോഷത്തോടുകൂടി വന്ന എന്നെ കാത്തിരുന്നത് ഒരു വലിയ ഒരു ദുഃഖമായിരുന്നു. ഞാൻ വന്ന് കയറി പൈസയൊക്കെ കൊണ്ട് അടച്ചു. അപ്പോൾ എനിക്ക് എന്താ അവിടെ ഒരു ശോകമുഖമായ ഒരു അവസ്ഥ അവിടെ മുഴുവൻ ഞാൻ കണ്ടു. ആരും എന്നെ വല്ല മൈൻഡൊന്നും ചെയ്യുന്നില്ല, എൻ്റെ നേരെ ആരും നോക്കുന്നില്ല.
കുറച്ച് പേർ ചോദിക്കുന്നു, നീ എന്തിവിടെ കാണിച്ച് കൂട്ടിയിട്ടാണ് നീ നിൻ്റെ വീട്ടിലോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം എനിക്കൊന്നും മനസ്സിലാകാത്ത പറ്റിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ കണ്ടത് എൻ്റെ റൂമിലുള്ള കുട്ടികളെല്ലാം കിടന്ന് കരയുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. ആരും എന്നോട് മിണ്ടുന്നില്ല. എൻ്റെ നേരെ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും കിടന്ന് കരയുകയാണ്. അപ്പം എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാച്ചിനെ മൊത്തം പ്രിൻസിപ്പൽ മാം താഴോട്ട് വിളിച്ചു. എല്ലാവരെയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. ആരും എന്നോട് കാര്യമൊന്നും പറയുന്നില്ല. കുറച്ച് ഇപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ റൂംമേറ്റുകൾ ഇവിടെ സമരത്തിന് ആഹ്വാനം ചെയ്തു, പ്രിൻസിപ്പളിനെതിരെ അവർ ഒരുങ്ങി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാം പറയുന്നതാണ് ഞങ്ങൾ കേട്ടത്. എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെയും ബാക്കിയുള്ള കുറച്ച് കുട്ടികളെയും വിഷവിത്തുകളാണ്, നിങ്ങൾ വിഷം വിതറുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു, എല്ലാവരെ കൊണ്ടും എക്സ്പ്ലനേഷൻ എഴുതിച്ചു. ഞാനിവിടെ വിഷം വിതറി കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഭയങ്കര ബഹളമായിരുന്നു അന്നേരം സമയത്ത്. എനിക്ക് ഭയങ്കരമായ ഡിപ്രഷൻ അടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. കാരണം ഒരു കുട്ടികളും എന്നോട് സംസാരിക്കുന്നില്ല. പ്രിൻസിപ്പലിനെതിരെയുള്ള കള്ളത്തരം പറഞ്ഞ് ഞാൻ പോയെന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ ആരും എന്നോട് സംസാരിക്കാത്തൊരവസ്ഥ. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല, ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം വീട്ടിൽ പോലും വിളിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ, ആരും എന്നോട് സംസാരിക്കാത്ത അവസ്ഥ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയമില്ല. മിക്ക കുട്ടികളും ഭക്ഷണം കഴിക്കുന്നില്ല, അവർ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്നു. അങ്ങനെ അവരുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ട് കാരണം അവർ കിടന്ന് കരയുന്നു. ഞങ്ങളുടെ ആ ബാച്ചിൽ ഞങ്ങളുടെ റൂമിനെ റെസ്ട്രിക്റ്റ് ആക്കി, അങ്ങോട്ട് ആരും കയറരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോബ്ലംസ്. ഞാൻ കാരണം ഇത്രയും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന വിചാരം എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി. ഞാൻ തനിച്ച് ഓരോരോ സ്ഥലത്ത് നടക്കുമ്പോഴും ടെറസിൻ്റെ മേളിൽ പോകുമ്പോഴും ഞാൻ എടുത്ത് താഴോട്ട് ചാടി മരിച്ചാലോ എന്ന് തീരുമാനിച്ചു. പലപ്പോഴും ഞാൻ അവിടെ മേളിൽ നിന്ന് പോയി താഴോട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളിൽ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ അനുഭവത്തിൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. നമ്മൾ കഴിക്കാനൊക്കെ ചെന്നടിക്കുമ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കഴിക്കാൻ പോയി ഇരിക്കാറുള്ളായിരുന്നു. കാരണം കുട്ടികളാരും എന്നെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയൊരു അനുഭവമായിരുന്നു. ലാസ്റ്റ് ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കാരണം ഇത്രയും കുട്ടികൾ വേദനിക്കുന്നതിന് ഒരിക്കലും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ട്രയൽ ചെയ്ത് നോക്കാം, എങ്ങനെയായിരിക്കും ഒരു കെട്ടി തൂങ്ങി മരിച്ചാൽ, നമുക്ക് അല്ലെങ്കിൽ എന്തൊരു അനുഭവം മരിക്കും കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു പില്ലോ എൻ്റെ മുഖത്ത് ചേർത്ത് അമർത്തി ഞാൻ പിടിച്ചു. ശ്വാസം ഞാൻ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ്, ഞാൻ ശ്വാസം എടുക്കുന്നേ ഇല്ല, ശ്വാസം ഞാൻ മുറുക്കി തന്നെ പിടിച്ചു. എൻ്റെ ഹാർട്ട് ബീറ്റ് മാത്രം കേൾക്കുന്ന ഒരു അവസ്ഥ എനിക്കവിടെ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഹാർട്ട് ബീറ്റിൻ്റെ കൂടെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ പേര് ചൊല്ലി എൻ്റെ ഭഗവാൻ എന്നെ വിളിച്ചു. അക്ഷയ. ഇപ്പോഴും എൻ്റെ കർണപടങ്ങളിൽ ആ ഭഗവാന്റെ ധ്വനി മുഴങ്ങി കേൾക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ച് കൊണ്ടുവന്ന ആ ശബ്ദങ്ങളായിരുന്നു അത്. എൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ മരിക്കാനുള്ളവളല്ല. നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരും. എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുക. നീ എനിക്കുള്ളതാണെന്ന് ഭഗവാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കേട്ടു. കാരണം എൻ്റെ ഹാർട്ട് ബീറ്റിനോട് തന്നെയാണ് ഞാൻ കേട്ടത്. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭഗവാൻ വേറെ എങ്ങുമല്ല വസിക്കുന്നത്, എൻ്റെ ഹൃദയത്തിനകത്താണ്. എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ആണ് ഭഗവാൻ വസിക്കുന്നതെന്ന് എനിക്ക് ആ സംഭവത്തിലൂടെ മനസ്സിലായി. ഭഗവാന്റെ സ്വരം ഞാൻ കേട്ടു. ഞാൻ 2 പ്രാവശ്യം ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം തന്ന് ഭഗവാൻ എന്നെ എൻ്റെ ജീവിതത്തിലൂടെ മടക്കി കൊണ്ടുവന്നു.
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഭഗവാന്റെ സ്വരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഒരിക്കൽ പോലും ഭഗവത്ഗീത എടുത്ത് വായിക്കാനോ ജപത്കുരു ചെല്ലാനോ ഭഗവാൻ കൃഷ്ണനെ നോക്കാൻ പോലും ഞാൻ തുനിഞ്ഞില്ല. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കാരണം ഇത്രയും കുട്ടികൾ വേദനിക്കുന്നു എന്ന് വിചാരിച്ച് ഭയങ്കര സങ്കടം വെച്ച് മരിക്കാൻ നടന്ന എന്നെ നിന്നിൽ ഞാനുണ്ട് എന്ന് ഭഗവാൻ തന്നെ വെളിവാക്കി തന്ന ആ സംഭവത്തോടു കൂടി പെട്ടെന്ന് ഞാൻ എൻ്റെ മുഖത്ത് നിന്ന് എൻ്റെ തലയണ വലിച്ചെറിഞ്ഞു. ഭഗവത്ഗീതയും എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആ ഫോട്ടോയും എൻ്റെ ജപത്കുരു എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ഭഗവാനെ ഞാൻ വാക്ക് കൊടുത്തു, ഭഗവാനെ ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങേ കൈവിടത്തില്ല. ഒരിക്കലും ഞാൻ ഇനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തേയില്ല എന്ന് ഭഗവാന് വാക്ക് കൊടുത്തു. അന്ന് തൊട്ട് 20ാമത്തെ വയസ്സ് തൊട്ട് ഇന്ന് ഇത്രയും വർഷങ്ങളായി ഇന്ന് വരെ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അപ്പോൾ അതാണ് ഭഗവാന്റെ കൃപ. നമ്മൾ ഭക്തര് മനസ്സോടെ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഭഗവാന്റെ ആ ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ ഏത് രൂപമെടുത്തും നമ്മുടെ കൂടെ വരും. അപ്പോൾ ആ അനുഭവം നിങ്ങളോട് എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പതുക്കെ എൻ്റെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് എക്സാം നടക്കുന്ന സംഭവം അതായിരുന്നു, ലാസ്റ്റ് 3rd ഇയറിൻ്റെയൊക്കെ എക്സാം. അപ്പോൾ ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ പിള്ളേർ എന്തോരം ബുദ്ധിമുട്ടിയാണ് ആ സമയത്തൊക്കെ അതിലൂടെ ഞങ്ങൾ കടന്നുപോയെന്ന്. ഞങ്ങൾക്ക് ആ സമയത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ ആ സമയത്ത് പോയത്. അപ്പോൾ പക്ഷെ ഞങ്ങളെല്ലാവരും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ മിക്കവരും ഞങ്ങൾ ആ 3rd ഇയറിൻ്റെ എക്സാം പാസ്സായി. ഞങ്ങളാരും തോറ്റുപോയില്ല. അതാണ് ഭഗവാന്റെ കൃപ. നമ്മളെ ഏത് വിധത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അപ്പോൾ ഈ അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമുക്കറിയാം നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പോയി ഇന്ന് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് സാറന്മാർ വഴക്കിട്ടതിനും റാഗിങ് ചെയ്തതിൻ്റെ പേരേക്ക് ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ ഒത്തിരി കുട്ടികളെ നമ്മൾക്ക് കാണാം. മനഃശക്തി നമുക്ക് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ മിക്കവരും അങ്ങനെ ചെയ്ത് കളയും. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ ഭഗവാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാക്കി മാറ്റിയാൽ ഭഗവാൻ തന്നെ നിങ്ങളെ വന്ന് രക്ഷിക്കും. അത് എൻ്റെ ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും നമ്മുടെ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണും തൻ്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടാതെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും. പിന്നീട് ഞങ്ങൾ പഠിച്ചൊക്കെ ഇറങ്ങുന്ന സമയമായപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾ വീണ്ടും ഒന്ന് ചർച്ച ചെയ്ത് നോക്കി. ഞങ്ങളും കൂട്ടുകാരൊക്കെ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നേഴ്സിംഗ് ജീവിതം പോയി. എല്ലാം നല്ല മാർക്കോട് കൂടി എല്ലാവരും പാസ്സാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ പിന്നെയാണ് കുട്ടികൾ പറയുന്നത്, മോളെ നീ കഴിച്ചിട്ട് പോയാൽ മതി, തിന്ന കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല എന്നാണ് കുട്ടികളോടെല്ലാം അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ കുട്ടികൾക്കെല്ലാം എന്നോട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളിലും ഒത്തിരി ആഘാതം സൃഷ്ടിച്ചതായിരുന്നു. അതിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച ആ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു കാര്യമാണ് ചെയ്ത് പഠിപ്പിക്കേണ്ടത്. ഭഗവാനെ നമ്മുടെ ഉറ്റ ബന്ധുവോ സുഹൃത്തോ നമുക്കിഷ്ടമുള്ള ഏത് രൂപത്തിലും ഭഗവാനെ സ്വീകരിച്ച് ഭഗവാന്റെ ഭക്തി നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ വളർത്തണം. എന്നാലേ ഉള്ളൂ ഇങ്ങനെയുള്ള തുടർ പഠനത്തിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ശക്തി ഉണ്ടാകത്തുള്ളൂ. ജീവിതത്തിൽ എന്ത് പ്രോബ്ലം വന്നാലും ഭഗവാന്റെ കൈവിടാതെ അവർ ഭഗവാനെ വിളിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ തൻ്റെ ഉറ്റ മിത്രമായിട്ട് സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ.